നമസ്കാരം. കേരളത്തിലെ ഗാർഹിക LPG ഉപഭോക്താക്കൾക്കായിട്ട് ഗ്യാസ് സിലിണ്ടർ വിതരണത്തിലും അതോടൊപ്പം തന്നെ വിതരണ നിരക്കിലും സുപ്രധാനമായിട്ടുള്ള മാറ്റങ്ങൾ ഇന്ന് മാർച്ച് 16-ാം തീയതി മുതൽ പ്രാബല്യത്തിൽ വരികയാണ്. ഇന്ത്യൻ, HP, ഭാരത് ഗ്യാസ് തുടങ്ങി ഏത് കമ്പനിയുടെ കണക്ഷൻ ഉള്ളവരായാലും ശരി, പുതിയ നിബന്ധനകൾ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. സോ എല്ലാവരും തന്നെ ഈ അപ്ഡേറ്റ് പൂർണ്ണമായിട്ട് കാണുക. അതോടൊപ്പം തന്നെ നിങ്ങൾ ഈ വീഡിയോ മാക്സിമം എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൂടി നൽകുക. പ്രത്യേകിച്ചും നിങ്ങൾക്ക് പരിചയമുള്ള മറ്റ് വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്കെല്ലാം തന്നെ ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കുക. ഇതുപോലുള്ള അപ്ഡേറ്റുകൾക്കായിട്ട് നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും എല്ലാവരും ഫോളോ ചെയ്യുവാനും പ്രത്യേകം ശ്രദ്ധിക്കുക. സിലിണ്ടറുകളുടെ അടിസ്ഥാന വിലയ്ക്ക് പുറമെ ഈടാക്കുന്ന അധിക തുകയെ ചൊല്ലി ഉപഭോക്താക്കൾക്കിടയിൽ നിലനിൽക്കുന്ന ആശയക്കുഴപ്പങ്ങളൊക്കെ തന്നെ പരിഹരിക്കാനാണ് അധികൃതർ ഇപ്പോൾ ശ്രമിക്കുന്നത്. നിലവിൽ 922 രൂപയാണ് ഒരു സിലിണ്ടറിന്റെ അടിസ്ഥാന വിലയായിട്ട് നിശ്ചയിച്ചിരിക്കുന്നത്. എന്നാൽ ഗ്യാസ് ഏജൻസികളിൽ നിന്ന് വീടുകളിലേക്കുള്ള ദൂരമനുസരിച്ച് ട്രാൻസ്പോർട്ടേഷൻ ചാർജ് എന്ന പേരിൽ അധിക തുക ഈടാക്കാനായിട്ട് ഏജൻസികൾക്ക് അനുവാദമുണ്ട്. ഇത് കൂട്ടുമ്പോൾ പലപ്പോഴും 970 രൂപ മുതൽ 980 രൂപ വരെയൊക്കെ ഉപഭോക്താക്കൾ നൽകേണ്ടി വരുന്നുണ്ട്. ഗ്യാസ് ഏജൻസികൾ അമിത നിരക്ക് ഈടാക്കുന്നത് തടയാനായിട്ട് ദൂരപരിധി അടിസ്ഥാനമാക്കിയുള്ള വ്യക്തമായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ സർക്കാർ പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഏജൻസിയുടെ ഗോഡൌണിൽ നിന്നോ ഓഫീസിൽ നിന്നോ 5 കിലോമീറ്റർ ചുറ്റളവിനുള്ളിൽ താമസിക്കുന്ന ഗുണഭോക്താക്കളെ സംബന്ധിച്ച് അവർക്ക് യാതൊരു വിധത്തിലുമുള്ള അധിക സർവീസ് ചാർജ് നൽകേണ്ടതില്ല. ഇത്തരക്കാർക്ക് 922 രൂപ എന്ന അടിസ്ഥാന നിരക്കിൽ തന്നെ സിലിണ്ടർ ലഭ്യമാകുന്നതാണ്. എന്നാൽ 5 കിലോമീറ്ററിന് മുകളിൽ 10 കിലോമീറ്റർ വരെയൊക്കെ ദൂരത്തിന് 35 രൂപ മുതൽ 50 രൂപ വരെ അധികമായിട്ട് നൽകേണ്ടി വരും. 10 കിലോമീറ്ററിന് മുകളിലോ 15 കിലോമീറ്ററിന് മുകളിലോ ഉള്ള ദൂരപരിധിയിലാണെങ്കിൽ അതനുസരിച്ചുള്ള സ്ലാബ് അടിസ്ഥാനമാക്കിയുള്ള ചാർജുകൾ നൽകാൻ ഉപഭോക്താക്കളൊക്കെ തന്നെ ബാധ്യസ്ഥരാണ്. ഈ നിരക്കുകൾ കൃത്യമായിട്ട് ചോദിച്ചറിയാനായിട്ട് ഉപഭോക്താക്കൾക്ക് അവകാശമുണ്ട്. സോ വിതരണവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ തരത്തിലുള്ള ചൂഷണമോ അമിത നിരക്ക് ഈടാക്കലോ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉപഭോക്താക്കൾക്ക് പരാതിപ്പെടാൻ നിയമപരമായിട്ടുള്ള സംവിധാനങ്ങളുമുണ്ട്. ഇനി സിലിണ്ടർ കൈപ്പറ്റുമ്പോൾ ഏജൻസി നൽകുന്ന ഔദ്യോഗിക ബില്ല് അത് നിർബന്ധമായിട്ടും വാങ്ങി സൂക്ഷിക്കേണ്ടതാണ്. കാരണം ബില്ലില്ലാതെ നൽകുന്ന പരാതികൾ പലപ്പോഴും അധികൃതർ പരിഗണിക്കാറില്ല. നിലവിൽ ജില്ലാ സപ്ലൈ ഓഫീസർക്കാണ്, അതായത് DSOയ്ക്ക് ഇത്തരം പരാതികൾ നൽകണം. ഇന്ധനക്ഷാമം പോലെയുള്ള പ്രതിസന്ധികൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ വിതരണക്കാർ നിബന്ധനകളൊക്കെ തന്നെ ലംഘിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുന്നതിനായിട്ട് സപ്ലൈ ഓഫീസർക്ക് അധികാരമുണ്ട്. അതിനാൽ കൃത്യമായ ബില്ലുകൾ തെളിവായി ഹാജരാക്കിയാൽ അമിതമായിട്ട് ഈടാക്കിയ തുക തിരികെ ലഭിക്കാനും ഏജൻസിക്കെതിരെ നടപടി സ്വീകരിക്കാനും സാധിക്കും. ഇന്ധന ലഭ്യതയിലെ നിയന്ത്രണങ്ങൾ കാരണം സിലിണ്ടർ ബുക്കിങ്ങിന് ഇപ്പോൾ പുതിയ സമയക്രമീകരണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഗ്രാമപഞ്ചായത്ത് പരിധിയിലുള്ള ഉപഭോക്താക്കൾക്ക് ഒരു സിലിണ്ടർ ലഭിച്ചാൽ അടുത്ത ബുക്കിങ്ങിനായിട്ട് 45 ദിവസം വരെ കാത്തിരിക്കേണ്ടി വരും. അതായത് സിലിണ്ടർ വിതരണം ചെയ്ത തീയതി മുതൽ 45 ദിവസത്തിന് ശേഷം മാത്രമേ സിസ്റ്റത്തിൽ പുതിയ സ്ലോട്ട് ലഭ്യമാവുകയുള്ളൂ. എന്നാൽ നഗരപ്രദേശങ്ങളിൽ ഈ നിയന്ത്രണം അല്പം കുറവാണ്. അവിടെ 25 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം പുതിയ ബുക്കിംഗ് നടത്താൻ സാധിക്കും. നിലവിലുള്ള ഇന്ധനക്ഷാമം പരിഹരിക്കപ്പെടുന്നതോടെ ഈ നിയന്ത്രണങ്ങൾ നീക്കുമെന്നും സാധാരണ നിലയിലുള്ള ബുക്കിംഗ് സൗകര്യം ലഭ്യമാകുമെന്നും കമ്പനികൾ അറിയിച്ചിട്ടുണ്ട്. ഇതിനോടൊപ്പം തന്നെ PMUY പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന പദ്ധതിക്ക് കീഴിൽ കണക്ഷൻ എടുത്തവർക്ക് പ്രത്യേക ആനുകൂല്യങ്ങൾ തുടർന്നും ലഭിക്കുന്നതാണ്. ഇവർക്ക് നിലവിലുള്ള 300 രൂപ സബ്സിഡി നിരക്ക് മാറ്റമില്ലാതെ തുടരും. എന്നാൽ ഈ ആനുകൂല്യം തുടർന്നും ലഭിക്കണമെങ്കിൽ ഉപഭോക്താക്കൾ ഇലക്ട്രോണിക് KYC നടപടികളൊക്കെ തന്നെ നിർബന്ധമായിട്ട് പൂർത്തിയാക്കിയിരിക്കണം. ഉജ്ജ്വല യോജന ഗുണഭോക്താക്കൾക്ക് മാർച്ച് 31 ഈ KYC പൂർത്തിയാക്കാനുള്ള അവസാന തീയതിയായിട്ട് നിശ്ചയിച്ചിരിക്കുന്നത്. സാധാരണ കണക്ഷൻ ഉള്ളവർക്കും ഇലക്ട്രോണിക് KYC നിർബന്ധമാണ്. ഈ നടപടി പൂർത്തിയാക്കാത്ത പക്ഷം ഭാവിയിൽ സിലിണ്ടറുകൾ ലഭിക്കുന്നതിനോ സബ്സിഡി തുക ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്തുന്നതിനോ ഒക്കെ തന്നെ തടസ്സങ്ങൾ നേരിടാൻ സാധ്യതയുണ്ട്. കേന്ദ്ര സർക്കാർ നൽകുന്ന ഈ മുന്നറിയിപ്പുകൾ വളരെ ഗൗരവകരമായി തന്നെ എല്ലാ ഉപഭോക്താക്കളും കാണേണ്ടതുണ്ട്. ഉടമയുടെ തിരിച്ചറിയൽ രേഖകളും അതോടൊപ്പം തന്നെ ഗ്യാസ് ഏജൻസിയിലെ വിവരങ്ങളുമൊക്കെ തന്നെ തമ്മിൽ ഒത്തുനോക്കുന്ന പ്രക്രിയയാണ് ഈ KYCയിലൂടെ നടക്കുന്നത്. ഇതുവഴി അനധികൃത കണക്ഷനുകളൊക്കെ തന്നെ ഒഴിവാക്കാനും അർഹരായവർക്ക് മാത്രം ആനുകൂല്യങ്ങൾ എത്തിക്കാനും സാധിക്കും. മാർച്ച് മാസം അവസാനിക്കുന്നതിന് മുൻപ് തന്നെ നിങ്ങളുടെ അടുത്തുള്ള ഗ്യാസ് ഏജൻസിയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് KYC നടപടികളൊക്കെ തന്നെ പൂർത്തിയാക്കിയെന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. കൂടാതെ ഓരോ തവണ സിലിണ്ടർ വാങ്ങുമ്പോഴും കൃത്യമായ തുക മാത്രം നൽകാനും നിയമപരമായിട്ടുള്ള സുരക്ഷ ഉറപ്പാക്കാനും ഉപഭോക്താക്കളൊക്കെ തന്നെ ജാഗ്രത പാലിക്കേണ്ടതാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണിത്. നിങ്ങൾ എല്ലാവരിലേക്കും മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക. ഇതുപോലുള്ള അപ്ഡേറ്റുകൾക്കായിട്ട് നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ഡെയിലി അപ്ഡേറ്റ്സും ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. നിങ്ങളുടെ ലൈക്കും ഷെയർ നൽകി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.